തുടർച്ചയായി ഇങ്ങനെ തോക്കുമ്പോൾ വലിയ സങ്കടത്തിലായിരുന്നു. പല ആരാധകരും നമ്മുടെ സ്റ്റേഡിയം നിറഞ്ഞു കവിയുന്നതാണ്. പക്ഷെ ഇത്തവണ വളരെ കുറവായിരുന്നു. എന്നാലും കാത്തിരുന്ന ഒരു വിജയം തന്നെ അങ്ങനെ കിട്ടിയിരിക്കുന്നു. അതെ അതെ, ഭയങ്കര സന്തോഷം. ഇത് ആദ്യമായിട്ടാണ് ഇത്രയും ഒരു ടോപ്പ് കളി നമ്മൾ ഇതാണ് ഏറ്റവും ബെസ്റ്റ് കളി എന്നാണോ? അതെ, കംബാക്ക് അതിലെ ഏറ്റവും ടോപ്പ് കളി കണ്ടതാണ് ചെന്നൈക്കെതിരെ. അത് നമുക്ക് പക്ഷെ ജയിക്കാൻ പറ്റില്ല, സമനിലയായിപ്പോയി. പക്ഷെ ഈ കളി തിരിച്ചു വരവ് 45 മിനിറ്റ് മതി കളിക്കാനെന്ന് തെളിയിച്ചൊരു മത്സരമായിരുന്നു ഇത്. 1.5 മണിക്കൂറൊന്നും വേണ്ട, 45 മിനിറ്റ് കേരളം കളിക്കും. ഇങ്ങനെ പോയാൽ നമുക്ക് എന്തായാലും ലീഗ് ഷീൽഡ് ഉറപ്പിക്കാം, ഒന്നും പറയാനില്ല. ഈ കളി ഇതേപോലെ കീപ്പ് ചെയ്യണം. പക്ഷെ അങ്ങനെയാണെങ്കിൽ ഓക്കെ. എന്തായാലും ഇവന്റെ സെക്കൻഡ് ഹാഫിലെ പെർഫോമൻസ് സൂപ്പറായിരുന്നു. കോച്ചിന് ബിഗ് സല്യൂട്ട്. ഈ ആദ്യ ഹാഫിൽ ഈ 2 ഗോളൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോ പലരും മടങ്ങി പോകുന്നൊക്കെ കണ്ടു. എന്താ ഭയങ്കര ടെൻഷനായി പോയോ? ആദ്യമായിട്ട് ശരിക്കും പറയാൻ ഞങ്ങൾ മടങ്ങിപ്പോയാലെന്ന് ആലോചിച്ചാ. അന്നേരം പിള്ളേര് പറഞ്ഞു കേരളം ഒരു തിരിച്ചുവരവ് നടത്തുമെന്ന് പറഞ്ഞു. എനിവേ അടിപൊളി ഗെയിമായിരുന്നു, ശരിക്കും എന്റർടൈൻമെന്റ് ആയിരുന്നു, അടിപൊളി. എന്തായാലും ഗംഭീര പെർഫോമൻസ് തന്നെയാണ് കേരളത്തിന്റെ. പ്രത്യേകിച്ച് വിമർശനങ്ങൾ ഏറെ കേട്ടതാണ്. കോച്ച് പരിക്ക്, സൂപ്പർ ലീഗിന്റെ പ്രശ്നങ്ങൾ, അങ്ങനെ ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നിട്ട് കൂടി കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ഗംഭീര തിരിച്ചു വന്നിരിക്കുന്നു. ഒരുപക്ഷെ കേരളത്തിന്റെ കിരീട സാധ്യതകൾ അടക്കം തന്നെ വലിയ സംശയം ഉന്നയിച്ചതാണ്. പക്ഷേ കേരളം ഇതാ ഗംഭീരമായി തിരിച്ചു വന്നിരിക്കുന്നു. ഇനി ഇതായത് ഷീൽഡും പിന്നെ ഷീൽഡിനടക്കം കിരീടത്തിനടക്കം കേരളത്തിന് മോഹിക്കാവുന്നതാണ്. 2 കുരുന്നുകളുണ്ട്. ഹലോ, എങ്ങനെയാണ് കണ്ടോ? ബ്ലാസ്റ്റേഴ്സിന്റെ കളി ഇഷ്ടായോ? എങ്ങനെയുണ്ടായിരുന്നു? സൂപ്പർ ആയിരുന്നോ? ആരുടെ ഗോളാ ഇഷ്ടായത്? പേരറിഞ്ഞില്ലെങ്കിലും ഗോളൊക്കെ കിടുക്കി അല്ലെ? എന്തായാലും ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു? റിയലി എൻജോയ്ഡ്. നല്ല അടിപൊളി. സെക്കൻഡ് ഹാഫ് തകർത്തു. സൂപ്പർ സൺഡേ ആയി മാറി. സത്യം 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 സൂപ്പർ. ആദ്യ ഹാഫിലൊക്കെ 2 ഗോൾ പുറകെ പോയപ്പോഴൊക്കെ സത്യം ഭയങ്കര നിരാശയായിരുന്നു. പക്ഷെ സെക്കൻഡ് ഹാഫ് ശരിക്കും ബ്ലാസ്റ്റേഴ്സ് തകർത്തു. കുട്ടികളൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഹാഫ് ടൈം വരെ ഇച്ചിരി ഡൗൺ ആയെങ്കിലും അത് കഴിഞ്ഞപ്പോൾ എല്ലാവരും തകർത്തു. എല്ലാവരും വളരെയധികം സന്തോഷത്തിലാണ്. കാരണം ഇങ്ങനെ ഒരു തിരിച്ചുവരവ് അല്ലെങ്കിൽ ഒരു സിനിമാറ്റിക് ക്ലൈമാക്സ് എന്ന തരത്തിലൊക്കെ തന്നെയാണ് കേരളത്തിന്റെ പെർഫോമൻസ് ഉണ്ടായിരുന്നത്. ഇങ്ങനെ ഒരു തിരിച്ചുവരവ് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഈ കേരള ബ്ലാസ്റ്റേഴ്സ് വന്നതിന്റെ ശേഷം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഏറ്റവും ബെസ്റ്റ് മാച്ച് ഇതുവരെയുള്ള ചരിത്രത്തിലെ ഏറ്റവും ബെസ്റ്റ് മാച്ചാണിത്. അതും അസറും മറ്റേ ചെക്കന്റെ പേരെന്താ, 2 ആള് ഐമൻ, 2 പേരുണ്ടാവോണ്ട് ജയിച്ചാൽ അതിൽ ഇന്ന് ജയിക്കില്ല, ഉറപ്പാണ്. കേരളത്തിന്റെ പെർഫോമൻസിനെ വാനോളം പുകഴ്ത്തുകയാണ് ആരാധകർ. വലിയ സന്തോഷം പ്രകടിപ്പിക്കുന്നു. കാരണം ഒരിക്കലും ആദ്യ ഹാഫിൽ പുറകിൽ പോയപ്പോൾ കഴിഞ്ഞ മത്സരങ്ങളിലെ പോലെ തുടർച്ചയായ തോൽവികൾ നേരിട്ട ഒരു ഇതായിരുന്നു പ്രതീക്ഷിച്ചത്. എന്നാൽ എന്തായാലും ഒരു ഉഗ്രൻ തിരിച്ചത്. എങ്ങനെയുണ്ടായിരുന്നു കളി? സൂപ്പർ സൂപ്പർ, അടിപൊളി. ഭയങ്കര ഗെയിം ചേഞ്ചർ, അവർ ക്യാപ്റ്റൻ, അവർ ലെജൻഡ്. അതായത് നമ്മൾ ആദ്യ ഹാഫിലൊക്കെ പുറകെ പോയപ്പോ വലിയ സങ്കടത്തിലായിരുന്നു പല ആരാധകരും. അതെ, അപ്പോൾ ഞങ്ങൾ ശരിക്കും വിചാരിച്ചു നമ്മൾ ജയിക്കില്ല. ആദ്യത്തെ ഗോളാണ് എല്ലാവർക്കും പ്രതീക്ഷ വന്നത്. അങ്ങനെയാണ് ഞങ്ങൾ സക്കയുടെ ഗോൾ വണ്ടർ ഗോൾ. അതെ, നല്ല ഗോളായിരുന്നു. ഫെദോറിന്റെ ഗോൾ അടക്കം ഈ വലിയ വിമർശനം ഏറ്റുവാങ്ങിയതാണ് ഈ സീസണിന്റെ ഇപ്പോൾ അടുത്തിടെ വന്ന ഫെദോർ അടക്കമുള്ള താരങ്ങൾ. പക്ഷെ ഗംഭീര ഒരു എങ്ങനെയായിരുന്നു? പൊളിയല്ലായിരുന്നോ? പൊളിക്കളി, അടിപൊളി. ഇങ്ങനെ വേണം കളിക്കാൻ, നന്നായി കളിച്ചു. ഇത്തവണ കിരീടം അടിക്കാനുള്ള എല്ലാ സാധ്യതകളും ഈ ഒരു മത്സരം പ്രതീക്ഷിക്കുന്നു. ഹാഫിലൊക്കെ പുറകെ പോയപ്പോ വലിയ സങ്കടത്തിലായിരുന്നു. വളരെ സങ്കടം തോന്നി. കുറച്ച് ആരാധകരുടെ കൂടെ പ്രതികരണത്തിലേക്ക് പോകും. എങ്ങനെയുണ്ടായിരുന്നു ബ്ലാസ്റ്റേഴ്സിലെ? അടിപൊളിയായിരുന്നു, പൊളിയായിരുന്നു. ലാസ്റ്റ് മിനിറ്റ് നമുക്ക് അടിപൊളി ഹോം